ഗുരുവായൂർ ഏറ്റവും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശബരിമല പമ്പയിൽ ജീവനക്കാരെ ദ്രോഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നൊരവസ്ഥ വെൽഫെയർ അസോസിയേഷന്റെ പ്രതിനിധിക്ക് എന്ന നിലയിൽ എനിക്ക് ഉണ്ടാകുകയും അതിന്റെ പേരിൽ എനിക്ക് എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അയാൾ ഒരു DTO ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ മികവുകൊണ്ട് ഗുരുവായൂർ ഡിപ്പോയുടെ നാട്ടുരാജാവായിട്ട് നിയമിതനായിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തൊഴിലാളി ദ്രോഹപരമായ പ്രവർത്തനമാണ് ഈ രാധാകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ വിശ്രമിച്ച വിശ്രമമുറി അവിടെ അവലോകന സ്ഥിരം എന്നെ കോൺഫറൻസ് ഹാളാക്കി മാറ്റുന്നു. എന്നിട്ട് പുള്ളിക്ക് കോൺഫറൻസ് വിളിച്ച് പുള്ളി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, താനൊരു രാജാവാണെന്ന് കരുതുക, ഈ മേനി നടിക്കുക, പൊങ്ങച്ച കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളാണെന്ന് എനിക്ക് തോന്നുന്നത് ഏകരും. ഇപ്പോൾ ഇവിടെ ഒരു അവലോകന യോഗം വിളിച്ചിരിക്കുന്നു. ജൂൺ മാസത്തിൽ അവലോകന യോഗം 17, 18, 19 തീയതികളിൽ കോൺഫറൻസ് ഹാൾ. അതാണ് മറ്റേ പാവപ്പെട്ട പണിക്കാര് ഡ്രൈവർമാരൊക്കെ ഓടി നടുവ് തളർന്ന് വന്ന് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഗുരുവായൂർ ജോലി ചെയ്യുന്ന ആളുകളും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ വരുന്ന ജീവനക്കാരും ഒക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നോടും ആ കിടപ്പാടം അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അവിടെ കോൺഫറൻസ് ഹാളാക്കി പുള്ളിക്ക് സ്ഥിരം കോൺഫറൻസ്, മുഖ്യമന്ത്രിയൊക്കെ കോൺഫറൻസ് വിളിക്കുന്നു, MD കോൺഫറൻസ് വിളിക്കുന്നു. പിന്നെ എനിക്ക് എന്തായാലും അയാൾ എന്നുള്ളൊരു തോന്നലൊക്കെ ഈ അല്പത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അയാൾ അവിടെ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവലോകനം നടത്തരുത്. അവലോകനം നടത്തിയിട്ട് ഗുരുവായൂർ ഡിപ്പോയുടെ അവസ്ഥ നമുക്കറിയാം. വിവിധ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരെ ചൊവ്വേ ലാഭത്തിലുള്ള ഒറ്റ സർവീസ് ഉണ്ടാക്കാൻ രാധാകൃഷ്ണൻ പറ്റിയിട്ടില്ല. മുഴുവൻ സ്വകാര്യ ബസ്സുകൾ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അവിടെ നേരെ ചൊവ്വേ കൊള്ളാവുന്ന ഒരു സർവീസ് പോലും ഇല്ല. ഗുരുവായൂർ ഡിപ്പോ നഷ്ടത്തിലാണ്. ആ ചെറിയ ഡിപ്പോയിൽ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ശമ്പളം കൊടുക്കണം, ഒരു HVSന് ശമ്പളം കൊടുക്കണം, 2 സൂപ്രണ്ടുമാർക്ക് ശമ്പളം കൊടുക്കണം. ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ വണ്ടി പോലും അവിടുന്ന് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ വേറെ പൊതുശല്യമായതുകൊണ്ടാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. 17, 18 തീയതികളിൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് പൊതു അവലോകന യോഗം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത യോഗത്തിൽ ഗുരുവായൂർ ഡിപ്പോയിലെ ഓരോ ജീവനക്കാരനും മേൽപ്പറയുന്ന 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിർബന്ധമായി പങ്കെടുക്കണം. ഇപ്പൊ അവലോകന യോഗത്തിലോ ട്രെയിനിങ് ക്ലാസ്സിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പങ്കെടുക്കാൻ വരുമ്പോൾ അറ്റൻഡൻസ് നൽകണം. കാരണം എന്താണ്? ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം, കണ്ടക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള ഡ്യൂട്ടി ഓഫ് ദിവസം വിശ്രമിക്കാനുള്ളതാണ്. അല്ലാതെ KSRTCക്ക് ജീവിതം അടിയറൊന്നും വെച്ചിട്ടില്ല. തന്നെ വിശ്രമിക്കാത്ത ഡ്രൈവർമാരെ കൊണ്ട് പിറ്റേ ദിവസം വണ്ടി ഓടിപ്പിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന് ഭീഷണിയാണ്. ആവശ്യത്തിന് വിശ്രമം കൊടുക്കണം, മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, 1 ലിറ്റർ ഡീസലിന് 5 കിലോമീറ്റർ KML ലഭ്യമാക്കിയ RTC K-Swift ജീവനക്കാർക്ക് ഈ യോഗത്തിൽ വെച്ച് പാരിതോഷികം നൽകുന്നതാണ്. ഇത് രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല. പണ്ട് ഞാൻ പമ്പയിൽ ഇതുപോലെ പറഞ്ഞായിരുന്നു. രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല. ഇത് കോർപ്പറേഷൻ അതാത് ഡ്യൂട്ടി കഴിയുമ്പോൾ ആ ഡ്യൂട്ടിയുടെ കിലോമീറ്ററും അടിച്ച ഡീസലും വെച്ച് 5 കിലോമീറ്റർ KMBL കണക്കാക്കി ആ 5 കിലോമീറ്റർ KMBL ആ സർവീസിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് 100 രൂപ വേബിലിൽ എഴുതി കൊടുക്കേണ്ടതാണ്. ആ വേബിലിൽ എഴുതി അന്ന് തന്നെ ഇടപാട് തീരുന്ന ഇത് ഇതുപോലെ ആൾക്കാരെ വിളിച്ച് യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ചമം ചേരുന്ന് ഷൈക്കാൻഡ് കൊടുത്തിട്ട് ഏതാണ്ട് ഔദാര്യം ദാനം കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ടതല്ല. അവർക്ക് കൊടുക്കാൻ കോർപ്പറേഷൻ എങ്ങനെ ഓർഡർ ഇട്ടിരിക്കുന്നത്? ഗുരുവായൂർ DTOയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിന് ജീവനക്കാരുടെ മേൽ കുതിര കയറുവാൻ വേണ്ടി കോർപ്പറേഷൻ അയാളെ അഴിച്ചൂരി വിടരുത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത്. ജീവനക്കാരെ ആവശ്യത്തിന് ദ്രോഹിക്കുക, എന്നിട്ട് ഈ അവലോകന യോഗത്തിൽ ചെല്ലാത്ത ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക. ചാലക്കുടിയിൽ വെച്ച് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായതാണ്. മരമുറി കേസ് ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത ഉൾപ്പെടെ കോർപ്പറേഷന്റെ യാതൊരു നിയമങ്ങളും ബാധകമല്ലാതെ ഈ സ്ഥാനത്ത് കൊണ്ട് ഒരിക്കൽ VRS എടുത്തുകൊണ്ട് പോയ ഒരു വ്യക്തിയെ തിരികെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇതിന്റെ പാപഭാരം മുഴുവൻ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്നു. എനിക്കിതിനകത്ത് മനസ്സിലാകാത്ത, വെൽഫെയർ അസോസിയേഷൻ ചോദിക്കുന്നത്, ഗുരുവായൂർ DTO രാധാകൃഷ്ണൻ ഔദാര്യമായി നൽകുന്നതാണോ 5 കിലോമീറ്റർ KMBL ഉള്ള ഡ്രൈവർമാർക്ക്? അത് കോർപ്പറേഷന്റെ നിയമമല്ലേ? കോർപ്പറേഷൻ ഇറക്കിയിരിക്കുന്ന MD ഇറക്കിയിരിക്കുന്ന ഉത്തരവല്ലേ? മുൻകാലങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതല്ലേ? ബാക്കി എല്ലാ ഡിപ്പോയിലും അത് നൽകുന്നത് എങ്ങനെയാണ്? ഈ വേബിലിൽ എഴുതിയല്ലേ നൽകുന്നത്. അപ്പോൾ ഗുരുവായൂർ ഇതേ പരിപാടി തന്നെയാണ് ഇയാൾ പമ്പയിൽ കാണിച്ചത്. ഓവർടേക്ക് ചെയ്യുന്ന ഡ്രൈവർമാരുടെ 500 രൂപ പിഴ, 250 രൂപ ഓട്ടോ എടുത്ത ആൾക്ക്, 250 രൂപ ഇങ്ങേർക്ക്. ഇയാൾ തുറന്ന് സമ്മതിച്ചതാണ്. ഏതായാലും MD ശ്രദ്ധിക്കുക, ഇത്തരം ആളുകളെ എനിക്ക് മാനസികമായി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ അവധി VRS എടുത്ത് പോയ ആളുകളെയൊക്കെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ബഹുമാനപ്പെട്ട CMDയോട് അറിയിക്കുന്നു.
രാധാകൃഷ്ണൻ തമ്പുരാന്റെ തിട്ടൂരം വെൽഫെയർ അസോസിയേഷൻ ബാധകമല്ല എന്നും സൗകര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലപാട്. ഈ പങ്കെടുക്കാത്ത ജീവനക്കാർക്കെതിരെ രാധാകൃഷ്ണൻ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ രാധാകൃഷ്ണനെതിരെ വ്യക്തിപരമായിട്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നതാണ് എന്നും വെൽഫെയർ അസോസിയേഷൻ അറിയിക്കുന്നു. നന്ദി. Thank you.